എന്നാലും ബാപ്പ അതിൽ ഷഹീദായി, അമ്മാവനും ഷഹീദായി. ഒരു വലിയ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെ ചുമതലയിലേക്ക് വരികയും ചെയ്തു. ഒപ്പം ബാപ്പ ഏൽപ്പിച്ചു പോയ വലിയ കടബാധ്യതയും. ഈ കടം വീട്ടും വേണം, വീട്ടിൽ എല്ലാവരുടെയും കാര്യങ്ങൾ അദ്ദേഹം നോക്കി നടത്തുകയും വേണം. അതിൽ വലിയ ഭാരമായി കുടുംബത്തിലെ കാര്യങ്ങൾ. കടക്കാരാണെങ്കിൽ പലപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ചോദിക്കുന്നു, കടം വീട്ടാൻ കഴിയുന്നില്ല, വല്ലാത്തൊരു പ്രയാസം. ഒരിക്കൽ നബി തങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ മദീന പള്ളിയിൽ ജാബിർ റളിയല്ലാഹു വളരെ വിഷമിച്ചുകൊണ്ട് ആ പള്ളിക്കൊരു മൂലക്കൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്താണ് ജാബിർ, മാലി അറാക മഹ്സൂന, എന്താണ് വല്ലാത്തൊരു വിഷമാവസ്ഥയിലാണ് കാണുന്നത്, എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, നബി നിങ്ങൾക്ക് അറിയാം, എൻ്റെ വാപ്പ ഉഹദിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ. ഒരു വലിയ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഇന്നെനിക്കാണ്. നബി ബാപ്പാൻ്റെ കടം വീട്ടാൻ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. കടക്കാർ ചോദിച്ചു കൊണ്ടിരിക്കുന്നു, വീട്ടാനാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ മുമ്പിൽ വഴിയൊന്നും കാണുന്നുമില്ല. അതിലുള്ള ടെൻഷനാണ് അദ്ദേഹം അനുഭവിക്കുന്നത്. അപ്പം നബി തങ്ങൾ ചോദിച്ചു, എന്താണ് വരുമാനമുള്ളത്? വാപ്പാൻ്റെ ഒരു ഈത്തപ്പഴത്തോട്ടമുണ്ട്. ആ ഈത്തപ്പഴത്തോട്ടത്തിലുണ്ടാകുന്ന ഈത്തപ്പഴം വിറ്റിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതിന് കിട്ടുന്നതനുസരിച്ച് കുറേശ്ശെ ഇങ്ങനെ കടത്തിലേക്കും കൊടുക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അതുകൊണ്ട് തികയുന്നില്ല. അപ്പോൾ നബി തങ്ങൾ ജാബിർ റളിയല്ലാഹുവിനെയും കൂട്ടി ആ തോട്ടത്തിലേക്ക് ചെന്നു. അങ്ങനെ ഈ ഈത്തപ്പഴത്തോട്ടത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഫലമായി ആ വർഷം ധാരാളമായി അതിൽ വിളവുണ്ടായി. അതെല്ലാം വിറ്റു, എല്ലാ കടങ്ങളും വീട്ടി, ഒരു ആശ്വാസമായി അദ്ദേഹത്തിന്. അങ്ങനെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ നബി ഇതേപോലെ വഴി നടന്നപ്പോൾ ചോദിച്ചു, അല്ല ജാബിർ, ഇപ്പോൾ കടക്ക വീടല്ലോ, ഒരു ആശ്വാസമായി, ഇനിയിപ്പോൾ ഒരു കല്യാണം കഴിക്കണ്ടേ ചോദിച്ചു. അപ്പോൾ നബി, ഞാൻ കല്യാണം കഴിച്ചു പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പം നബി ചോദിച്ചു, നീ കന്യകയാണോ അതല്ല വിധവയാണോ കല്യാണം കഴിച്ചത്? ബൽസയ്യിബ, വിവാഹം കഴിച്ചത് ഒരു വിധവയായ സ്ത്രീയെയാണ് ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത്. അപ്പം നബി ചോദിച്ചു, അതെന്താ, ഒരു ചെറുപ്പക്കാരനല്ലേ, നീ എന്തിനാ ഒരു വിധവയെ പോയി കിട്ടി? നിനക്ക് ഹല്ല തസവ്വജത ബിക്രൻ തുലാഇബുഹാ വതുലാഇബുക, നിനക്ക് എന്തുകൊണ്ട് ഒരു കന്യക സ്ത്രീയെ കെട്ടിക്കൂടായിരുന്നു? അതല്ലേ ജീവിതത്തിന് കുറച്ചും കൂടെ ആസ്വാദ്യകരം. അപ്പം അദ്ദേഹം പറഞ്ഞു, നബി, എൻ്റെ വീട്ടിലൊക്കെ ചെറിയ 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 പെങ്ങന്മാരാ പരിയുള്ളത്. അവിടെ ഓലടിക്ക് ഓലപ്പോലത്തിന് പെണ്ണ് കയറി എന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് പ്രയാസമാണ്. കുറച്ചൊരു പ്രായം പക്വതയൊക്കെ ഉള്ള ഒരു കുടുംബ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള സ്ത്രീ ആയിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പെങ്ങന്മാരെയും കൂടി ഒരു ഉമ്മാന്റെ സ്ഥാനത്തൊക്കെ നിന്നുകൊണ്ട് ഒരിക്കലും വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു വിധവയെയാണ് കല്യാണം കഴിച്ചത്. നബി തങ്ങൾ അവിടെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുമ. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞ് കുട്ടികളാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. ആ രോഗത്തിൽ അല്പം പ്രയാസകരമായി, താൻ ഈ രോഗത്തിൽ മരിക്കുമോ എന്ന് പോലും അദ്ദേഹം ഭയപ്പെട്ടു എന്ന് കാണാൻ കഴിയും. നബി തങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. രോഗിയായി കിടക്കുമ്പോൾ രോഗിയെ സന്ദർശിക്കാൻ നബി തങ്ങൾ വന്നു. അപ്പോൾ അദ്ദേഹം നബിയോട് പറഞ്ഞു, നബിയെ, ഈ രോഗത്തിലെങ്ങാനും ഞാൻ മരിച്ചാൽ ഇനി എനിക്ക് അവകാശികളായി മക്കളൊന്നുമില്ല, എൻ്റെ സഹോദരിമാരാണ് അവകാശികളായിട്ട് ഉള്ളത്. അതുകൊണ്ട് എങ്ങനെയാണ് അവർക്ക് അവകാശം ഓഹരി വെച്ച് കൊടുക്കുക എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അതിലേക്കൊരു മറുപടി പറഞ്ഞു തരണം. അപ്പോഴാണ് സൂറത്തുൽ നിസായിലെ ആയത്ത് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് പിന്നെ ലൈസ ലഹു വലദുൻ എന്ന് പറയുന്ന കലാലത്തിൻ്റെ മസ്അല എന്ന് പറയുന്ന മക്കളില്ലാതെ മരിച്ച ആളുകളുടെ സമ്പത്ത് ഓഹരി വെക്കൽ എങ്ങനെ എന്ന് പ്രതിപാദിക്കുന്ന കലാലത്ത് എന്ന് പറയപ്പെടുന്ന മസ്അല അത് വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് ആയത്തിറങ്ങിയത് ജാബിർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം പതിറ്റാണ്ടുകൾ ജീവിച്ചു. 94-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. നബിക്ക് ശേഷം അദ്ദേഹം ഹദീസുകൾ പഠിപ്പിച്ചുകൊണ്ട് ധാരാളം സേവനങ്ങൾ ചെയ്തു. നബിയുടെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ ഉഹദിന് ശേഷം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു. ഖലീഫമാരുടെ കൂടെയും മിക്കവാറും ഫത്ഹുകളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തു. അലി അള്ളാഹുവിൻ്റെ കൂടെ സിഫീൻ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം മദീന പള്ളിയിൽ ദർസുമായി ബന്ധപ്പെടുകയും അവിടെ ഹദീസ് പഠിപ്പിക്കാനായി തുനിയുകയും ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് സ്ഥിരമായി പങ്കെടുക്കുകയും അദ്ദേഹം ഒരു ഹദീസ് പഠിപ്പിക്കുന്ന ആളായിക്കൊണ്ട് മദീന ശിഷ്ടകാലം കഴിച്ചുകൂട്ടുകയും ചെയ്തു. അവസാന കാലത്ത് കണ്ണിന് കാഴ്ച പോലും നഷ്ടപ്പെട്ട് ഒരു അന്ധനായ അവസ്ഥയിലേക്ക് മാറിയിട്ടാണ് അദ്ദേഹം പ്രായാധിക്യമായി 94-ാമത്തെ വയസ്സ് അദ്ദേഹം വഫാത്താകുന്നത്.